ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫോക്സിഫൈ മീഡിയ. ബബ്ബ സിനിമ ഞാൻ കണ്ടിട്ട് വന്നിരിക്കേണ്ട, ചൂടറിയിട്ടില്ല. 250 രൂപ പോയി, ടിക്കറ്റ് കാശ് പോയി എന്ന് തന്നെ പറയണം. പടം കാശിന് കൊള്ളില്ല. ദിലീപിന്റെ കംബാക്ക് എന്ന് പറഞ്ഞ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ദിലീപിന്റെ ഒരു ഗോ ബാക്ക് വകുപ്പുണ്ട് ഇതിനകത്ത്. കാരണം ദിലീപിന്റെ പടങ്ങൾ ഫ്ലോപ്പ് ആവണതിന്റെ കാരണം ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതാ കാരണം എന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി. ഇതിക്ക് മുമ്പ് ഞാൻ അടിനാശം വെള്ളപ്പൊക്കം എന്നുള്ളൊരു പടം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പോയി കണ്ടിട്ട് ഞാൻ റിവ്യൂ നമ്മുടെ ചാനലിൽ ഇട്ടില്ല. പ്രത്യേകിച്ചൊന്നും ഇടണ്ടാന്ന് തോന്നി. കാരണം എനിക്ക് ഷൈൻ ജോൺ ജാക്കറിന്റെ കാര്യം മാത്രം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഇട്ടില്ല. എനിക്ക് തോന്നുന്നു അത് പോയി കണ്ടാൽ മതിയായിരുന്നു. ഇത് ബബ കാണാൻ പോയ നേരം കൊണ്ട് എനിക്ക് അത് പോയി കണ്ടാൽ മതിയായിരുന്നു. അതായത് ഡയലോഗുകളൊക്കെ എന്തുകൊണ്ടാണ് കാണിച്ചത്? നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ദിലീപിന്റെ ഹിറ്റുകളില്ലേ, ഈ CID മൂസ, ഈ പറഞ്ഞ പറക്കും തളിക, ഈ മറ്റേ മിസ്റ്റർ ബട്ട്ലർ, അങ്ങനത്തെ പടങ്ങളില്ലേ, ഇത് ഓർത്തിരിക്കാൻ അല്ലെങ്കിൽ മറന്നു പോവാതിരിക്കാനായിട്ട് നമ്മൾ ഇതിന്റെ ഫാൻസ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കൂലേ, പ്രോമോ പോലത്തെ ഒരു സാധനം, ഈ ഫാൻസ് ഇരുന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയില്ലേ, ആ പടങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇറക്കിയൊരു പടം പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ആ പടങ്ങളൊന്നും മറന്നു പോവാതിരിക്കുക, അത്രയും നല്ല പടങ്ങൾ ഇറക്കിയിരുന്നു എന്ന് ഓർക്കാൻ പറ്റിയൊരു സിനിമയാണ് ഇത്. അല്ലാതെ ഇതിനകത്ത് വലിയ കഥയോ ഇതിനകത്ത് പിന്നെ എന്തിനാണ് അഴിഞ്ഞാട്ടോ അല്ലെ ഇതിനുണ്ടായി അഴിഞ്ഞാട്ടം എന്നൊരു പാട്ട്, അഴിഞ്ഞാട്ടം എന്നല്ല ഉണ്ടാക്കിയേക്കണത്, അത് വെറും മെന്നകെട്ട സിനിമ. അതായത് എന്തുട്ട ലാലേട്ടന്റെ റോൾ, ഈ ലാലേട്ടനൊന്നും ഇങ്ങനെയൊക്കെ ഒരു ഡയലോഗുകളൊക്കെ നോക്കണ്ടേ? പഴയ സ്ഫടികവും ആ ഈ പറഞ്ഞ ലാലേട്ടന്റെ അഭിമന്യു സിനിമയൊക്കെ ആയിട്ട് ഞാൻ കൊറേ ഈ ചെയ്തു വെച്ചതേ. അതായത് ഫാൻസിനില്ലേ, നമ്മുടെ ഈ ദിലീപിന്റെ ഫാൻ, അതായത് അന്തം ഫാൻ, വേറെ യാതൊരു വിധത്തിലുള്ള ഇതുമില്ല. അവര് ദിലീപിന്റെ ഫാനാണ്, ദിലീപിനെ ആരാധിച്ചിറങ്ങുന്ന, ദിലീപ് ദൈവത്തെ പോലെ, ലാലേട്ടന്റെ ദൈവത്തെ പോലെ, മോഹൻലാൽ ദൈവം എന്ന് പറഞ്ഞ് കാണുന്ന ഫാൻസിന് ജോയിൻ ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റിയ പടം. അതായത് ദിലീപിന്റെയും മോഹൻലാലിന്റെയും അത്രയും വലിയ ഫാൻസ് ആണെങ്കിൽ സുഖമായിട്ട് ഒരുമിച്ച് പോയിരുന്നവർക്ക് ആ തിയേറ്ററിൽ പോയിരുന്ന് കാണാം. കാരണം അവർക്ക് ഇരുന്ന് കാണാൻ പറ്റിയ പടങ്ങൾ അവർക്കേ കാണാൻ പറ്റൂ, അവർക്ക് മാത്രം. സാധാരണക്കാർക്ക് ചിലപ്പോൾ ദഹിച്ചെന്ന് വരില്ല. ക്ലൈമാക്സിന് മുമ്പ് ഇറങ്ങി പോന്നാലോ എന്ന് ഞാൻ ആലോചിച്ചതാ. ക്ലൈമാക്സിലൊക്കെ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, ഇനി ഇതിന്റെ ഹാങ് ഓവർ മാറണമെങ്കിൽ വേറെ നല്ല സിനിമ കാണണം, എന്നാലേ ഇതിന്റെ ഹാങ് ഓവർ ഉള്ളൂ. അഴിഞ്ഞാട്ടം പറയാൻ പറ്റില്ല, വീണാട്ടം എന്ന് വേണേൽ പറയാൻ പറ്റിയ സിനിമേന. പിന്നെ ഞാൻ പറഞ്ഞു, മോഹൻലാലിന്റെ പഴയ പടങ്ങളും ദിലീപിന്റെ പടങ്ങളെയും ഓർത്തിണക്കി യോജിപ്പിച്ചിട്ടൊരു സാധനം പോലെ. അതായത് ആ പടങ്ങൾ എത്ര നല്ലതായിരുന്നു എന്ന് ഓർക്കും നമ്മൾ ഈ സിനിമ കാണുമ്പോൾ. കാരണം നമുക്കിത് ദഹിക്കണ്ടേ? ഈ കാലഘട്ടത്തിൽ, ഈ 2025 ഈ ക്രിസ്മസിന്റെ ഇത് കൊണ്ടുവന്നിറക്കിയിട്ട് എന്തുട്ട കാണിച്ചു ചെയ്യണത്. ഇപ്പോഴും ഇങ്ങനെയാണ് ഇവരുടെ ചിന്തകൾ എന്നുള്ളതാണ്. അതായത് ഇവരെന്താ മാറാത്തെന്ന് ഞാൻ ആലോചിക്കണേ. ഇതിനിടയിൽ ഏതൊരു തമിഴൻ, മറ്റേ ആ അവനൊക്കെ എന്തിനാ ആ തമിഴൻ, മറ്റേ തമിഴൻ കോമഡിയാണ് ഉദ്ദേശിക്കുന്നത്. പുള്ളി കോമഡി ആർട്ടിസ്റ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നതാണ്. എന്ത് മൈരിനാണ് അവനെയൊക്കെ കൊണ്ടുവന്ന് ഇതിനകത്തിട്ടേക്കണത്? അവന്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു? അയ്യോ, ഒരു വക നടൻ ബൈജുവിനെ മുഖ്യമന്ത്രി ആക്കിയ ലോജിക്ക് വളരെ നന്നായി. അതല്ല, ഇതുവരെ നടൻ ബൈജുവിന് നല്ലൊരു ക്യാരക്ടർ ഞാൻ കണ്ടിട്ടില്ല. ഈ മറ്റേ തിരുവനന്തപുരം സ്ലാങ്ങിൽ ഈ തള്ളയെ പിള്ളേന്ന് പറഞ്ഞ നടക്കണല്ലാണ്ട് ഞാൻ ഈ നടൻ ബൈജു നല്ലൊരു ക്യാരക്ടർ ഈ റോളൊന്നും പുള്ളിക്ക് എനിക്ക് തോന്നിയില്ല. എന്റെ പേഴ്സണലി എനിക്കത് ദഹിച്ചില്ലാണ്, ഇഷ്ടപ്പെട്ടില്ല. പടം തുടങ്ങിയപ്പോ മുതല് ഒരു ഇറിറ്റേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവര് കാണിച്ചു കൂട്ടണൊക്കെ കണ്ടിട്ട് വെറുത്തോണ്ടിരിക്കുകയായിരുന്നു. ഈ മോഹൻലാലിന്റെയും ദിലീപിനെയും കുറച്ച് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഈ പടം പോയി കാണരുത്. കാരണം നമ്മൾ പടം തുടങ്ങിയ ഇന്റർവെൽ ആയി കഴിഞ്ഞാൽ പിന്നെ ക്ലൈമാക്സിലോട്ട് ആവുമ്പോഴേക്കും ജന്മം വെറുത്തു പോകും നമുക്ക്. ഇവര് വേണ്ടാന്ന്, ഈ ലോകത്ത് തന്നെ ഇവര് ഉണ്ടായത് എന്തിനാണെന്ന് ഞാൻ ആലോചിച്ചു. ഈ സിനിമയൊക്കെ അഭിനയിക്കാൻ നേരം കൊണ്ട് വല്ല പൂച്ചയ്ക്ക് പുല്ല് പറിച്ചു കൊടുക്കാൻ കൂടെ ഇവർക്ക് ഈ ഡയലോഗുകളൊക്കെ എഴുതി വെച്ച നേരം കൊണ്ട് വല്ല ചെയ്തൂടെ? ഇങ്ങനെയൊക്കെ ഒരു വക ഊമ്പിയ പടം, കഥയുമില്ല. പിന്നെ പാട്ട് അഴിഞ്ഞാട്ടമാണോ ഇഴിഞ്ഞാട്ടമാണോ എന്നൊക്കെ നിങ്ങൾ കണ്ട് തീരുമാനിക്കുക. കാണണമെന്നുള്ള ഒരു നിർബന്ധമായിട്ട് പോയി കാണണമെന്ന് ഞാൻ പറയില്ല. ഞാനിതിന് 10-1 മാർക്ക് വേണേ കൊടുക്കും. പക്ഷെ എന്തെല്ലാം പറഞ്ഞു പോസിറ്റീവ് സൈഡ് എന്നുള്ള ലെവലിൽ ഒരു കാര്യം ഞാൻ വേണേ പറയാം. എത്രയൊക്കെ മോശമായിട്ട് ഒരു അഭിനയിച്ചാലും ആക്ട് ചെയ്താലും ലാലേട്ടൻ ഒരു സ്ക്രീൻ പ്രസൻസ് വന്നു കഴിയുമ്പോൾ നമുക്ക് അറിയാണ്ട് നമ്മുടെ ഈ രോമാഞ്ചൊക്കെ ഇറ്റിക്കും. അതാണ് ഈ മോഹൻലാലിന്റെ ഒരു പ്രത്യേകത. ഇങ്ങനെ സ്ക്രീനിൽ വന്നാൽ നമ്മ അറിയാണ്ട് നമുക്ക്
നമ്മളറിയാണ്ട് നമുക്കൊന്ന് കോരിത്തിരിക്കും. അതാണ് പുള്ളിയുടെ ഒരു കഴിവ്. ഭയങ്കര ഒരു ഓറയുള്ള മനുഷ്യനാ. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയതുകൊണ്ട് ബബ്ബ അത്ര ഫ്ലോപ്പ്, ഇഷ്ടായില്ല. പിന്നെ നടി എന്ന് പറയാൻ ആരുമില്ല. പിന്നെ ഉള്ള ഈ കഥ എന്ന് പറയാൻ ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫ് മോശം, സെക്കൻഡ് ഹാഫ് അതിലേറെ മോശം. വെറുതെ സ്റ്റാർട്ടിങ്ങില് നമ്മുടെ മറ്റേ അവന്റെ പേരെന്തിട്ടാണ്, സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ മിന്നൽ മുരളിയുടെ ഒക്കെ ഇതില്ലേ മറ്റേവൻ, അയ്യോ അത് മറന്നുപോയല്ലേ ഞാൻ. എന്തെങ്കിലും ആവട്ടെ, സ്റ്റാർട്ടിങ് തുടങ്ങിയപ്പോ ഞാൻ കരുതി ഇതാവുന്നു, ഇത് പകുതി പകുതി വെച്ച് ഓരോരോ സിനിമ തുടങ്ങി, ഇത് ഓരോരോ സീൻ കഴിഞ്ഞ് വന്ന് ലാസ്റ്റ് ഓരോരുത്തർ കഴിയുമ്പോഴേക്കും മോഹൻലാൽ, OG മോഹൻലാൽ എന്നൊക്കെ എഴുതി കാണിച്ചിട്ട് കൊള്ളാം, ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് വർക്കൗട്ട് ആയില്ല. കുറെ ആഗ്രഹിച്ചെന്ന് തോന്നുന്നു അവര്, കുറെയൊക്കെ പ്ലാൻ ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോ. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ പഴയ നീശ മാധവനില സലിംകുമാറിനെയൊക്കെ പിടിച്ച് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പക്ഷെ ചിരിക്കാനുള്ള വക എനിക്ക് തോന്നിയില്ല. ഇതിലത് ചിരിക്കാനൊന്നുമില്ല. സീരിയസ് ആയിട്ടിരിക്കാനാണെങ്കില അതിനുമില്ല വക. ചിരിയില്ല, സീരിയസ്നെസ് ഇല്ല, സ്റ്റോറി ഇല്ല, പാട്ടില്ല, ഡയലോഗ്സ് ഒരു ഡയലോഗ് പോലും ഇല്ല. ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് ഈ സിനിമയിലത്തെ ഒരു ഡയലോഗ് പറയാനുണ്ടെങ്കിൽ താഴെ കമന്റ് അടിച്ചിട്ട് വെല്ലുവിളിക്കുക തന്നെ. ഒരു ഡയലോഗ്, നല്ല ഡയലോഗ് പറയാനുണ്ടെങ്കിൽ, അതായത് ഈ സിനിമയിലെ സ്പെഷ്യാലിറ്റി ആയിട്ട്, ഈ സിനിമയിലെ ദിലീപ് പറഞ്ഞ ഡയലോഗ്, ഈ സിനിമയിൽ ലാലേട്ടൻ പറഞ്ഞ മാസ് ഡയലോഗ് എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് ഇടാനായിട്ടുണ്ടെങ്കിൽ ഒരെണ്ണുണ്ടെങ്കിൽ താഴെ വന്ന് കണ്ടിട്ടുള്ളവരിട്ടാ. കാണാത്തൊരു ദയവ് ചെയ്ത് പോയി കാണണ്ട. ഈ ഞാൻ പറഞ്ഞില്ലേ, കണ്ടു തുടങ്ങിയ നമുക്ക് വെറുപ്പ് വന്ന് തുടങ്ങും. ആ വെറുപ്പ് ഇങ്ങനെ കൂടുന്നതല്ലാതെ ലാലേട്ടൻ പറഞ്ഞ ഹൈപ്പ് വെറുപ്പിലെ ഹൈപ്പാണ്, വെറുപ്പിന്റെ ഹൈപ്പാണ് അതിൽ കൂടാ. ഒരിക്കലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള, എപ്പോഴും ഒരു പോസിറ്റീവ് റിവ്യൂ ചെയ്യാനാണ് ആഗ്രഹം, എപ്പോഴും നല്ലത് പറയണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക്, ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കണവരോട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ വക മയിലെടുത്ത് വെക്കാൻ പിന്നെ എന്തിനാ ഇങ്ങനെ ചെയ്യണേ? ജനങ്ങളോടല്ലേ ഈ ക്രൂരത ചെയ്യണേ? നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ഇവരെയൊക്കെ ആരാധിക്കുന്ന ആൾക്കാരല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഇവരൊക്കെ ഇഷ്ടമല്ലേ സിനിമ കാണാൻ? അപ്പൊ എനിക്ക് പറയാനുള്ളത്രേ ഉള്ളൂ, ഔട്ട് ഓഫ് 10 ഞാൻ ഇതിനൊരു 1, മാക്സിമം 1.5, 2. അതിന് മോളിക്ക് ഒരു മാർക്ക് ഇതിന് കൊടുക്കാൻ പറ്റില്ല. ഏത് ഇതെടുത്താലും കൊടുക്കാൻ പറ്റില്ല. റെഡിൻ കിങ്സ്ലി, ഈ റെഡിൻ കിങ്സ്ലീന ഈ സിനിമയില് ആരെന്ത് കോപ്പുണ്ടാക്കാനാണ് അവനൊക്കെ സിനിമ കൊണ്ടുവന്നതെന്ന്, എന്താണ് അവന്റെ റോള്? എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അവന്റെ റോൾ എന്തിനാന്ന്. അവൻ എന്തിന് സിനിമയിൽ വന്നുവെന്നോ, എന്തിന് ദിലീപിന്റെ കൂടെ വന്നുവെന്നോ, എന്തിനു അഭിനയിച്ചു പോയെന്നോ, അവൻ എന്തിനു വേണ്ടിയിട്ട് വന്നതാണെന്നോ, എവിടെ നിന്നു വന്നു നീ റെഡിൻ കിങ്സ്ലി? എവിടെ നീ എവിടേക്കെങ്കിലും പൊക്കൂടെ, വല്ല അടുപ്പിലേക്കും പൊക്കൂടെ? റെഡിൻ കിങ്സ്ലി ദേവൻ, പോലീസിലെ ഉണ്ട് ദേവൻ. നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഈ ട്രോൾ ഉണ്ടാക്കുന്ന സാധനങ്ങളില്ലേ, പഴയ സിനിമകളിൽ നിന്ന് പുള്ളി ചെയ്തേക്കണത്, പുള്ളി പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടല്ല, അതിപ്പൊ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ സാധനമൊക്കെ ഇതിനെയൊക്കെ എടുത്ത് ബൂസ്റ്റ് ചെയ്ത് മറ്റോണം മറിച്ച് കുറെ മറ്റേ ഗില്ലി എന്ന് പറഞ്ഞിട്ടൊരു യൂണിവേഴ്സ്, ഗില്ലിയിലെ പാട്ടിട്ടോ, അർജുനോന്റെ വില്ല്, ആ പാട്ടില്ലേ, ആ പാട്ടൊക്കെ ഇട്ടിട്ട് ജിപ്സിയില് മറ്റേ തമിഴ്നാട് 100 ജിപ്സി, ഈ ജിപ്സി ഓടിച്ചിട്ട് പോയിട്ടുള്ള സാധനം ഇപ്പൊ ഗില്ലി യൂണിവേഴ്സിറ്റിയാണ് അവര്. പിന്നെ ഇതങ്ങനെയാണ് അത്. അയ്യോ. അതുപോലെ ബാലു വർഗീസ് കണ്ണ് കാണാത്ത ഒരാളാ. ഒരു കണ്ണ് കാണാൻ പറ്റാത്ത ആളെ കൊണ്ട് ചെയ്യിക്കുന്നതിന് പരിധിയുണ്ട്. ഒരു മിനിമം കോമൺ സെൻസ് എപ്പോഴും ഉപയോഗിക്കണം. പിന്നെ നമ്മുടെ ലോകയിലേക്കുള്ള മറ്റേ പോലീസുകാരൻ സാൻഡി, തമിഴ് നടൻ സാൻഡി, എന്തിനോ വേണ്ടി വന്ന് അഭിനയിച്ച്, അത് എനിക്ക് തോന്നുന്നു ഇവരോട് അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വന്നപ്പോ ചാൻസ് കൊടുത്തായിരിക്കും ചിലപ്പോ. വെറുതെ ഊമ്പി അഭിനയം. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ മാത്രം കുറച്ചേരം സഹിക്കാം നമുക്ക്. അതായത് ധ്യാൻ ശ്രീനിവാസൻ വേറൊന്നുമില്ല, ധ്യാൻ ശ്രീനിവാസന്റെ പൊതുവേ ഉള്ള ഒരു, ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഇന്റർവ്യൂ സ്റ്റാർ സാധനം, അതിനെ തന്നെ ഈ പടത്തിലും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നമ്മുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ എക്സാഗ്രേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതും വിനീത് ശ്രീനിവാസനും ധ്യാനും തമ്മിലുള്ള വളരെ കുറച്ച് സീനുകളുള്ളൂ. അപ്പൊ ആ സീൻ മാത്രമേ ഉള്ളൂ ഇത്തിരി നല്ലതെന്ന് എനിക്ക് തോന്നണം. ഇനി ഇതിനകത്ത് പറയാൻ കിട്ടിയ നടിമാരോ ഇതുമാരൊന്നും ഇല്ല. വിവേക്കൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഒരു വക
പിഴച്ച പടം, പിഴച്ച സിനിമ, ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇങ്ങനെയൊന്നും പറയണ ആളല്ല. ഇത്രയും ഇങ്ങനെയൊന്നും മോശം റിവ്യൂ എപ്പോഴും പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. അപ്പൊ നല്ലത് പറയാൻ നോക്കണം. ഈ പടത്തിലേക്ക് ഞാൻ നോക്കിയിട്ട് ഒരു നല്ലത് പോലും ഇല്ല. അതുകൊണ്ട് വെറുത്തു.